ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസംബർ 5 ഇറങ്ങാൻ പോകുന്ന കളങ്കാവൽ സിനിമയെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കളങ്കാവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഈ വർഷത്തെ മമ്മൂക്കന്റെ അവസാനത്തെ സിനിമയാണ്. നമ്മൾ ഈ വർഷം കാത്തിരുന്ന സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ വർഷം അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമയാണ്. ആദ്യം ഇറങ്ങിയ ഡൊമിനിക് ആഞ്ചലോ ഡിസ്പേഴ്സ്, പിന്നീട് ബസൂക്ക, അതിനുശേഷമാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഇത് കുറച്ച് ഗ്യാപ്പ് വന്നു. അതെ, അല്ല, പിന്നെ ആദ്യം വന്ന 2 സിനിമകള് റിവ്യൂ വൈസും പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലും, അതായത് സിനിമ മോശമാണ് എന്നുള്ള രീതിയിലേക്ക് ഇതും വന്നപ്പോഴേക്ക് പിന്നെ അദ്ദേഹം കുറച്ചു കാലം സിനിമയിൽ മാറി ഇതുണ്ട്. അപ്പോഴേക്ക് എന്താ പറയാ, സിനിമ നിർത്തി, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകൾ വന്നു. അത് കഴിഞ്ഞ വർഷം ഒന്ന് ആലോചിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, പേഴ്സണലി ഡൊമിനിക് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്കും ഇഷ്ടപ്പെട്ട സിനിമ. അത് ഒരു ഓക്കേഷ് ഫിലിമാണ്, പക്ഷെ എന്നാലും അത് OTT അത് വൻ സംഭവം പറയണില്ല. പക്ഷേ അപ്പോ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമ, അതായത് ഇപ്പൊ ഈ ഷോർട്ട് ഫിലിം വന്നതിന് ശേഷം വരുന്ന ഏറ്റവും, അതായത് കുറെ കാലമായിട്ട് ഷൂട്ടും പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആണെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ നെക്സ്റ്റ് ഫിലിം എന്ന് പറയാവുന്ന പുതിയ സിനിമ ഡിസംബർ 5 കളങ്കാവ് റിലീസ് ചെയ്യണം. ഇപ്പോ നവംബർ 27 ആയിരുന്നു സിനിമ റിലീസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് നെക്സ്റ്റ് നമ്മൾ ആ റിലീസ് ഡേറ്റ് മാറ്റിയപ്പോ എപ്പോഴാ അത് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ഒരു ഇത് റിലീസ് മാറ്റിയുള്ള കാരണം പറയുന്നത് സിനിമ ഒരു 5 മിനിറ്റ് കൂടി ട്രിം ചെയ്തിട്ടുള്ളതാണ് കേട്ടത്. ഓക്കെ, സിനിമ ട്രിം ചെയ്യുന്നതോറും അതിന് സ്പീഡ് കൂടും. കാരണം ഇതൊരു കണ്ടന്റ് വൈസ് ഫിലിമാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ഇത് സ്ലോ പേസ് ആണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ആൾക്കാർക്ക് ഇപ്പൊ ഒരു 30 സെക്കൻഡിന്റെ ഷോർട്സ് കണ്ട് ശീലമായിട്ട് ഈ 30 സെക്കൻഡിന്റെ ഉള്ളിൽ ഫുൾ കൺവേ ചെയ്യണം എന്നുള്ള തരത്തേക്ക് ഒരു ആൾക്കാരെ ആലോചിക്കണ്ടേ. ഇപ്പൊ നമ്മൾ ഇറങ്ങുന്ന സോങ്സിന്റെ ഡ്യൂറേഷൻ നോക്കിയപ്പോ 3-3.5 ഉള്ളൂ. നമ്മൾ പണ്ട് 5-5.5 റഹ്മാന്റെ സോങ്സ് ഒക്കെ 7 മിനിറ്റ്, 2 ചരണം ഇല്ല, ഒരൊറ്റ ഒരു പല്ലവി അനുപല്ലവി ചരണമായിട്ട് അങ്ങനെ പാട്ട് അതൊന്നുമില്ല. ഇതില് പറയാച്ചാ തിയേറ്ററിൽ നമ്മളൊരു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു സൈലൻസ് വന്നാൽ പോലും നമുക്ക് പേടിയാണ്. കാരണം അവിടെ ഒരു കമന്റ് വരും, അടുത്ത സെക്കൻഡ് തന്നെ ഫോണിലും കയറും. അല്ല, ഇത് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് എന്നോ അങ്ങനെ എന്ത് പറഞ്ഞാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഗതികള് വെയിറ്റ് ചെയ്ത് അതിമനോഹരമായിട്ട് വരും എന്നുള്ള സംഭവം ഉണ്ട്. പിന്നെ എന്തായാലും ഈ സിനിമ ഒരു കണ്ടിടത്തോളം കണ്ണൂർ സ്ക്വാഡ് പോലെ ഒരു കമേഴ്ഷ്യൽ എലമെന്റ്സ് ഇല്ലാത്തൊരു സിനിമയായിട്ട് തോന്നി. അതെ അതെ, ഇത് കൃത്യമായിട്ടൊരു മൗസ് ആൻഡ് കാറ്റ് ഗെയിം പോലെ എന്താ പറയാ തന്നെയാണ്. അങ്ങ് നമ്മളെ എൻഗേജ് ചെയ്ത്. പിന്നെ പോരാത്തിന് അദ്ദേഹം നായകനല്ല, അതെ, വില്ലനായിട്ട് അഭിനയിക്കണം. അല്ല, അതൊരു വിഷയമേ അല്ല. അദ്ദേഹത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ വർഷം വില്ലനായിട്ട് അഭിനയിച്ചതിനാണ് സ്റ്റേറ്റ് അവാർഡ് വീട്ടിലെത്തിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം വില്ലനാവുക എന്ന് പറഞ്ഞ പ്രൊജക്ടിന് കുറച്ച് ഇതുണ്ട്, ഇമ്പോർട്ടൻസ്. മമ്മൂക്കന്റെ കാര്യം നോക്കുമ്പോൾ ഒരു റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ പുഴുവിലെ ക്യാരക്ടർ, അതൊരു നെഗറ്റീവ് ഷെയ്ഡാണ്. കാതലിലെ ക്യാരക്ടർ, കാരണം അതൊരു ഗേ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് പുള്ളി അഭിനയിച്ചത്. ഇപ്പൊ പുറമേക്ക് നോക്കുക, നായകൻ അർജുന അശോകനാണ്. അപ്പോ പുള്ളി എടുക്കുന്ന റിസ്ക് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ക്യാരക്ടർ എന്താണോ ആ കഥയിൽ എന്നുള്ളതാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. ഇന്റർവ്യൂവിന്റെ ഒരു പോഷൻ വന്നതിൽ നിങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടി സിനിമ എഴുതരുത്, അതെ, അത്രേ ഉള്ളൂ ആള് പറഞ്ഞു. ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്നുള്ളൂ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസ് സീനെയാണ് നമ്മൾ കാണാൻ പോണത് എന്നുള്ളത്. അതിപ്പോ അദ്ദേഹം എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോ ജിതിൻ കെ ജോസ് എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആണ് അത്. അപ്പൊ അദ്ദേഹം കുറുപ്പിന്റെ ശ്രീനാഥ് രാജേന്ദ്രന്റെ ഒപ്പം അദ്ദേഹം കൂടിയിട്ടാണ് അത് എഴുതിയത്. ഇനി ഈ സിനിമയ്ക്ക് ഒരു കോറേറ്ററും കൂടി, വിഷ്ണു ശ്രീകുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ്. അപ്പോ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് മമ്മൂട്ടി കമ്പനി തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. ഇതിൽ ജിതിന്റെ ഇന്റർവ്യൂ വന്ന സമയത്ത് പുള്ളി പറഞ്ഞത്, പുള്ളി കഥ പറയാൻ പോയതാണ്. ആദ്യം പൃഥ്വിരാജിന്റെ അടുത്താണ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പൃഥ്വിരാജും മമ്മൂട്ടിയും കൂടിയിട്ട് അഭിനയിക്കുന്ന പോലത്തെ ഒരു പ്രോജക്റ്റാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പൃഥ്വിരാജിന്റെ ഇഷ്യൂസ് കാരണമാണ് പിന്നെ മമ്മൂക്കാന്റെ പ്രൊജക്റ്റ് ആയി മാറി. വിനായകനെ മമ്മൂക്ക തന്നെയാണ് പറയുന്നത്. ഇതിൽ മമ്മൂക്കാന്റെ അടുത്ത് കഥ പറയാൻ പോയ ആളാണ് ജിതിൻ കെ ജോസ്. അയാളെ പിടിച്ച് ഡയറക്റ്റ് ചെയ്യിപ്പിച്ചതാണ്. പ്ലസിലെ കാര്യം മുതൽ മൂപ്പര് ഇടക്കിടക്ക് ചെയ്യാൻ ഒരു പരിപാടിയാണ്. നല്ലതാ, അത് മലയാളം ഇടക്കിടക്ക് ഗ്യാപ്പിൽ മൂപ്പര് മലയാള സിനിമക്ക് നല്ല നല്ല ഡയറക്ടേഴ്സ്. അപ്പൊ ഈ സിനിമയുടെ ക്രൂവിന്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. മ്യൂസിക് ഡയറക്ടർ നമുക്ക് എടുത്ത് പറയണം, കാരണം മുജീബ്. കാരണം കഴിഞ്ഞ ആഴ്ച പോലും നമ്മൾ ഒക്കെ കണ്ട് ഞെട്ടിത്തിരിച്ചിട്ടിരിക്കണത്. മുജീബിന് ഇപ്പൊ ഒരു എൻപ്ലസ് മ്യൂസിക്കിന്റെ ഒരു ആശാനാണ്. അത് സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇങ്ങനെ അതിനൊഴുക്കായിട്ട് വരുമ്പോ ഈ ട്രാക്ക് 1 മിനിറ്റ് ആയോ 2 മിനിറ്റ് ആയോ 10 മിനിറ്റ് ആയോ അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. അപ്പൊ പുള്ളിയുടെ മുമ്പത്തെ വർക്ക് നോക്കുകയാണെങ്കിൽ കിഷ്കിന്ദ കാണ്ഡം, പിന്നെ കുറച്ചുകൂടി കമേഴ്ഷ്യലായിട്ട് ചെയ്ത രേഖാചിത്രം, പിന്നെ ലാസ്റ്റ് വന്ന എക്കോ. ഇനി വരാൻ പോകുന്ന സിനിമകളും കുറച്ചുകൂടി നല്ല കമേഴ്ഷ്യൽ ഫിലിംസ് ആണ് ഉള്ളത്.
പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ്, അതെ, പ്രവീൺ പ്രഭാകർ. അത് പിന്നെ പറയണ്ട. ആളെ പറ്റിയിട്ട് ബാംഗ്ലൂർ ഡേയ്സ് മുതൽ ഇയോബിന്റെ പുസ്തകമൊക്കെ ചെയ്ത ഗംഭീര എഡിറ്ററാണ്. അതിപ്പോ നമുക്ക് ഈ ടീസറും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഷോർട്സിന്റെ ഒക്കെ കാര്യമാണ്. അതുപോലെ തന്നെ ഫൈസൽ അലിയാണ് സിനിമയുടെ DOP വന്നിട്ടുള്ളത്. പുള്ളിക്കാരൻ നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് പറഞ്ഞ സിനിമയുടെ അതെ ക്യാമറാമാൻ ആയിരുന്നു. പക്ഷെ ഈ സിനിമയുടെ ഷോർട്സ് ഒക്കെ കാണുന്തോറും പുള്ളി നല്ല ടെക്നിക്കലി അതെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റൺസിന്റെ കാര്യം പ്രത്യേകം ആക്ഷൻ സന്തോഷ് എന്നുള്ള പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ് എന്ന് പറയാം. അല്ല, അദ്ദേഹത്തിന്റെ തേർഡ് ഫിലിം. അതായത് ഇപ്പോ മലയാളത്തില് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അതിനു മുമ്പ് ബ്ലഡി ബെഗർ, അപ്പൊ സുപ്രീം സുന്ദറിന്റെ അസിസ്റ്റന്റ് ആണ്. അതൊരു വലിയൊരു പേര് തന്നെയാണ്. സുപ്രീം സുന്ദറിന്റെ അസോസിയേറ്റഡ്. അതായത് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലപ്പോ ഡൊമിനിക്കിൽ വർക്ക് ചെയ്തിപ്പോ അതിപ്പോ ഭയങ്കര അടിപ്പടം അല്ലെങ്കിൽ പോലും അതിനൊരു കൊറിയോഗ്രാഫി ഉണ്ട്. അവിടെ ആക്ഷൻ സീൻ ആയിരിക്കില്ല. ഈ ആക്ഷൻ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റണ്ട് മാസ്റ്റർക്ക് സിനിമയിലുള്ളത് ആക്ഷൻ കൊറിയോഗ്രാഫി മാത്രമല്ല. ഇപ്പൊ കലെ കിങ്സൺ ആണ് ഡിയാസിറയുടെ സ്റ്റണ്ട്. പക്ഷെ സ്റ്റണ്ട് ഇല്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ആക്ഷൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ചെയ്യുന്ന കാര്യം അതെ, ചിലപ്പോ അത് ചേസിംഗ് സീൻ ആയിരിക്കാം, സ്റ്റണ്ട് മാസ്റ്റർ കോറിയോഗ്രാഫി ചെയ്യേണ്ട ഒരു സാധനം അതിലുണ്ടായാൽ മതി. അങ്ങനെയാണല്ലോ. അപ്പൊ അതൊരു നല്ല പേര് തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഡിയാസിറയുടെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ ജിബിൻ ഗോപിനാഥ് സിനിമയിൽ അദ്ദേഹം ഇപ്പോ നല്ലൊരു ആക്ടർ എന്നുള്ള നമ്മള് നോട്ട് ചെയ്യുന്നൊരു ഫേസ് ആയിട്ട് മാറി. ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമ്മളെ ബബ്ബനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇടയ്ക്ക്. അപ്പൊ നമുക്കിനി കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടവര് വിനായകൻ. കാരണം ട്രെയിലറിൽ തന്നെ വിനായകൻ എക്സ് മമ്മൂക്ക എന്നൊക്കെ കൊടുത്തുള്ളത്, വിനായകൻ വേഴ്സസ് മമ്മൂക്ക. അപ്പൊ പുള്ളിയോട് വെച്ചപ്പോ പുള്ളി തന്നെ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല, ട്രെയിലർ ഞാനല്ലല്ലോ കട്ട് ചെയ്തെന്ന് പുള്ളി തന്നെ പറഞ്ഞു. അതെ അതെ ചോദിച്ചപ്പോ. പക്ഷെ നമുക്ക് കണ്ടിടത്തോളം അദ്ദേഹം നായകൻ, ക്രിമിനൽ ആയിട്ട് മമ്മൂക്ക പുള്ളി ചേസ് ചെയ്യുന്ന പോലെ ട്രെയിലറിലൊക്കെ ടീസറിന്റെ 75% വിനായകനാണ്. ട്രെയിലറിന്റെ 90%. അതെ, സിനിമ വന്നു കഴിഞ്ഞാൽ വിനായകനും മമ്മൂട്ടിയും നമ്മൾ എന്തായാലും സംസാരിക്കും. അതെ, പെർഫോമൻസിന്റെ കാര്യം, പെർഫോമൻസിനെ പറ്റി നമ്മൾ എന്തായാലും സംസാരിക്കും. ഓക്കെ, അതർ കാസ്റ്റ് നോക്കണ ഇപ്പൊ നമ്മുടെ ജിബിൻ ഗോപിനാഥ്, അതുപോലെ തന്നെ രജിഷ വിജയൻ, അസീസ് നെടുമങ്ങാട്, ഗായത്രി അരുൺ, ശ്രുതിരാമൻ. അതെ, ശ്രുതിരാമന്റെ ഒക്കെ പോസ്റ്ററിൽ ബാക്കിൽ ക്യാരക്ടർ പോസ്റ്റർ 21 സ്ത്രീകളാണല്ലോ സിനിമയിൽ വരുന്നത്. അതിനൊരു സ്പെഷ്യൽ ആയിട്ട് 21 ഡേയ്സിന്റെ പോസ്റ്ററും ഒരു സ്പെഷ്യൽ പോസ്റ്റർ ആയിരുന്നു. ഈ 21 സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇത് ഇൻസ്പയർഡ് ആയ ട്രൂ ഇവന്റിനെ പറ്റിയിട്ട് പറയാം. അതെ, നമ്മുടെ സൈനഡ് മോഹനന്റെ ആ കേസ് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. അത് കുറച്ച് എന്താ പറയാ, സ്ത്രീകളെ വശീകരിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത്, സൈനൈഡ് കൊടുത്തിട്ട് കൊലപ്പെടുത്തിയ ഒരാളുടെ ഭയങ്കരനായിട്ടുള്ള ഒരു ക്രിമിനലിന്റെ കഥയാണ്. അപ്പൊ ഇത് ആ കഥയാണോ ചോദിച്ചു നോക്കുമ്പോ അവരൊന്നും വിട്ടു പറയുന്നു. അതിനായിട്ട് ബന്ധമുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് 2-3 ഇൻസിഡൻസ് ഉള്ള ഒരു കഥയാണെന്ന് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചല്ലോ. ഒന്നിൽ കൂടുതൽ ഇൻസിഡൻസ് എന്നാ പറഞ്ഞത്. കാരണം ഒരു സുഹൃത്തുക്കൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടാവുന്നു, അതൊരു സമുദായത്തിന്റെ പ്രശ്നമായി മാറുന്നു. അങ്ങനെ അവസാനം വേറൊരു ലിങ്ക് കിട്ടുന്നു. പിന്നെ അത് വഴി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരാളുടെ അടുത്ത് എത്തിപ്പെട്ടത്. ഇതില് ഡയറക്ടർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനഡ് മോഹന്റെ കഥ വായിച്ച് അല്ലെങ്കിൽ കേട്ടിട്ട് വരുന്നവരേനെ ഈ സിനിമ തൃപ്തിപ്പെടുത്തുന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കളകാവൽ എന്ന് പറയുമ്പോ കളത്തിന് കാവൽ അതൊരു റിച്വലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡാണ്. അതുപോലെ തന്നെ തമിഴിലും മലയാളത്തിലും ഇത് ഈ കളങ്കാവൽ എന്ന് പറയുന്ന വേർഡിന് ഒരേ മീനിങ് ആണ് അത്ര വരുന്നത്. സോ ഈ സിനിമയിൽ പറയുമ്പോഴും നമ്മളൊരു തമിഴ്നാട് കണക്ഷൻ അല്ല, പടം നടക്കുന്നത് കന്യാകുമാരി ബോർഡർ അങ്ങനെ ആ ഭാഗത്താണ് അത്ര ഇതിന്റെ കഥ നടക്കുന്നത്. കാരണം സിനിമയുടെ ട്രെയിലറിൽ എല്ലായിടത്തും TN നെയ്തിയുള്ള ഒരു കാർ നമുക്ക് കാണാൻ പറ്റും. ആരാണ് കളത്തിന് കാവലെന്ന് അറിയാത്തത്? അതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ കളത്തിന് കാവൽ എന്നുള്ളതിൽ നമുക്ക് 2 തരത്തിൽ അത് പറയാം. ഇപ്പൊ ഒന്നിപ്പോ റിച്വൽസിനായിട്ട് ബന്ധപ്പെട്ട. ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ ഒരു കളത്തിനാണ് കാവൽ നിൽക്കുന്നത്, ഇരകളെ കുരുക്കാനായിട്ട്. കാരണം അല്ല, സിനിമയുടെ ഫസ്റ്റ് ലുക്ക് തൊട്ടിട്ട് നമുക്ക് എട്ടുകാലി വരെ എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഒരു പോസ്റ്ററിൽ വലയിൽ കുരുങ്ങിയ സ്ത്രീകളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ കാവൽ നിൽക്കുന്ന ആൾ ആ കളത്തിന് അധിപനും കൂടിയാണ്. അതിന്റെ ഉള്ളിൽ കയറിയ ആൾക്കാര് അയാളുടെ ഇതിലാണ് വന്ന് കയറുന്നത് എന്നുള്ള സംഗതി ഉണ്ട്. ഇനിയിപ്പോ ഒരു 5 ദിവസം കൂടി ഉള്ളു സിനിമ റിലീസ് ആവാനായിട്ട്. അത്ര പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം മമ്മൂട്ടി കമ്പനി എന്നുള്ള പേരും ഒരു പ്രതീക്ഷ ഉണ്ട്. കാരണം അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു റെഡ് കളർ ഫോണ്ടും അതെ.
കാരണം ഡൊമിനിക്കുന്നത് വയലറ്റ് ആയിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിലൊരു ഡാർക്ക് പരിപാടി നമ്മളൊക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കട്ടെ എന്തായാലും. വില്ലനിസം പീക്കാവട്ടെ. അതെ.